തൊഴിൽ രഹിതരും വിദ്യാസമ്പന്നരുമായ പെൺകുട്ടികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ജലജകുമാരി എത്ര വരെ പഠിച്ചു? BA ടൈപ്പും ഷോർട്ട് ഹാൻഡും പാസ്സായിട്ടുണ്ട്. വെരി ഗുഡ്. ഒരു ആപ്ലിക്കേഷൻ എഴുതിയതാ. 3-4 കോർപ്പറേഷൻ നമ്മുടെ കയ്യിലുള്ളതല്ലേ, ശരിയായി കളയാം. ഇറച്ചി വിളമ്പട്ടെ? താറാവാണോ? അയ്യോ, കോഴിയാ. താറാവിനേക്കാൾ എനിക്കിഷ്ടം കോഴിയാ. ഒരു മുഴുത്ത കഷ്ണം നോക്കിട്ടെ. ഓ, ഊണ് കഴിച്ചു കാണുമെന്ന് ഞാൻ ശങ്കിച്ചു. ഇല്ല, കൃത്യസമയത്തിന് തന്നെ എത്തി. തപ്പിടി. ഓഹോഹോ, എന്റെ ശ്രീപത്മനാഭ, എത്ര കൂട്ടം കറികളാ! ഇതറിഞ്ഞിരുന്നേ ഞാൻ വയറിളക്കിയേച്ചും വരുമായിരുന്നല്ലോ. ആഹാ, കോഴിക്കറി ഉണ്ടോ? നീ എങ്ങനെ അറിഞ്ഞു ദേവയാനിയെ ഞാൻ ഇന്ന് വരുമെന്ന്? ഇതിനാ പറയുന്നത് മനപ്പൊരുത്തമെന്ന്. കേട്ടോ കൊച്ചനെ, എന്നെ മനസ്സിലായില്ലേലും എനിക്കാളെ മനസ്സിലായി. ഞാൻ അവിട്ടം തിരുന്നാൾ അച്യുതക്കുറുപ്പ്, വലിയ പടത്തലവൻ. എവിടെ അപ്പൂപ്പനാ? ഒറ്റയ്ക്കേ ഉള്ളോ? വീട്ടുകാരും വന്നില്ലയോ? ഇല്ല. ആദ്യത്തെ കാഴ്ച ഒറ്റയ്ക്കാവുന്ന നല്ലത്. ഇട്ടപ്പെട്ടയ്ക്ക് മതിയല്ലോ വീട്ടുകാരെ കൊണ്ട് കാണിക്കുന്നത്. ഇദ്ദേഹം ആരാണെന്ന് വെച്ചാ അച്ഛനീ സംസാരിക്കുന്നേ? നീ മിണ്ടരുത് ദേവയാനി, മിണ്ടരുത്. ഇവിടെ ഇങ്ങനൊരു ചടങ്ങ് നടക്കുമ്പോ 2 ദിവസം മുമ്പ് എന്നെ അറിയിച്ചാലെന്താ? തേങ്ങു ആവുവോ? എവിടെ അച്ഛനെ ചത്തിട്ടുള്ളൂ. കൈക്കും കാലിനും സ്വാധീനമുള്ള 2 ആമക്കളെ കൂടി നിനക്ക് തന്നേ ചെല്ലു അവൻ പോയത്. അവന്മാരുടെ ഒരുത്തിനെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ മേലായിരുന്നോ? ആ പ്രകാരം പറഞ്ഞിട്ട് വേണോടി ഞാൻ ഇത് അറിയാൻ. നീ ഉണ്ണടാ കൊച്ചനെ, ഞങ്ങൾ കുടുംബകാര്യം പറഞ്ഞതാ. നമുക്ക് ഊണ് കഴിഞ്ഞിട്ട് വിസ്തരിച്ച് സംസാരിക്കാം. ഉണ്ണുന്നതിനിടെ സംസാരിച്ചാലേ ഊണിനോടുള്ള ആത്മാർത്ഥത കുറയും. നീ എന്തുവാടിയെ ദേവയാനിയെ പന്തം കണ്ട പെരിച്ചാഴ പോലെ നിൽക്കുന്ന? ചോറ് വിളമ്പടിയേ? അല്ല പിന്നെ. ചേട്ടൻ ഇവിടെ ഇരുന്നങ്ങനെ ഉണ്ണാൻ നോക്ക്. അവരെണീക്കാനിരുന്ന ഇന്ന് സ്റ്റേഷനിൽ പോക്കുണ്ടാവില്ല. നേതാക്കന്മാരെ കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മതിയായിരുന്നല്ലോ. എന്നാൽ ഇന്ന് പട്ടിണി കിടക്കേണ്ടി വരും. അച്യുതക്കുറുപ്പ് പടത്തലവൻ എത്തിയിട്ടുണ്ട്. അപ്പൂപ്പനോ? എപ്പോ? മോനെ നകുല, എനിക്കവനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. പ്രായം ഇത്തിരി കൂടിയാലെന്താ, തറവാട്ടിൽ പിറന്നവന്റെ ലക്ഷണമുണ്ട്. നിനക്ക് പെണ്ണിനെ ഇഷ്ടമായോ? അയ്യോ അപ്പൂപ്പ, അണ്ടൂരാൻ സാർ. അണ്ടൂരാൻ സാറ് പെണ്ണ് കാണാൻ വന്നൊന്നുമല്ല. പിന്നെ സാറ് ഞങ്ങളുടെ ഇസഡ് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റാ. ഞാൻ ഊണ് കഴിക്കാൻ വിളിച്ചതാ. ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്തായി? മൂപ്പില എന്നെ മൂപ്പില അതിന്റെ തന്തയാടാ. നിന്നോട് ആര് പറഞ്ഞടാ ഈ രാഷ്ട്രീയ കൂഷ്മാണ്ടത്തിനെ പിടിച്ച് വീട്ടിൽ കയറ്റാൻ? അവന്റെ മുഖം കണ്ട അറിയത്തില്ലയോ കള്ളരാന്ന്? നീയൊക്കെ കൂടി നാടോ കട്ടുമുടിച്ചു. ഇപ്പൊ വീടുകൾ കയറി ഇറങ്ങി നടക്കുക, തിന്നു മുടിക്കാൻ. മര്യാദക്ക് സംസാരിച്ചില്ല നീ ഞോട്ടോ. എന്താ? നീ ഇവിടെ ഉണ്ടായിരുന്നോ? പോലീസുകാരനൊരുത്തൻ അകത്തിരുന്നിട്ടാണോ ഈ അലവലാതിയെ വീട്ടിൽ വിളിച്ചിട്ട് സൽക്കരിച്ച്? എന്തിനാടാ നീ പോലീസ് എന്നും പറഞ്ഞ് നടക്കുന്നത്? പ്രായമായ ഒരു പെങ്കൊച്ചുള്ള വീടായത്. യവന്മാരാണ് അമ്മയും പെങ്ങളും തിരിച്ചറിയാത്ത ജനവും. അച്ഛൻ ഇത് എന്തിന്റെ എനക്കേടാ? വീട്ടിൽ വന്ന ഒരാളെ ഇങ്ങനെ അപമാനിക്കരുത്. ജലജിക്കൊരു ജോലി മിണ്ടരുത്. അകത്ത് പോകാനാണ് പറഞ്ഞത്. ആണുങ്ങൾ സംസാരിക്കുന്നത് പെണ്ണുങ്ങൾക്ക് എന്താ കാര്യം? അച്യുതക്കുറുപ്പിന്റെ തറവാട്ടിലെ പെണ്ണുങ്ങൾ വാതലിന്റെ പുറകെ മറിഞ്ഞു നിന്നിട്ടേ ഉള്ളൂ. പുറത്തുകൊണ്ട് കളയടാ ശരീരത്തിന്. മിഴിച്ചു നോക്കുന്നേ. അകത്ത് പോടി. അല്ല പിന്നെ. വേറൊന്നും വിചാരിക്കരുത്. അപ്പൂപ്പനൊരു തികഞ്ഞ രാജഭക്തനാ. ഈ രാജഭരണം അവസാനിപ്പിച്ചതും രാജാക്കന്മാരുടെ പ്രിവി പേഴ്സ് നിർത്തലാക്കിയതും രാഷ്ട്രീയക്കാരായതുകൊണ്ട് അവരെ കാണുന്നതേ ചതുർത്ഥിയ. നിങ്ങളൊക്കെ വെറും നാറികളെ. എന്നാ പുള്ളിയുടെ അഭിപ്രായം അങ്ങയുടെ കയ്യിലിരുന്ന് എന്താണെന്ന് ശ്രദ്ധിച്ചോ? അത് വടിയല്ല, വടിവാള. അത് ഊരിയ പിന്നെ രക്തം കാണാതെ ഉറയിലോട്ട് തിരിച്ചിടില്ല. അതുകൊണ്ട് ഇവിടത്തെ ക്രമസമാധാന നില താറുമാറാകുന്നതിന് മുമ്പ് സാർ ഇവിടുന്ന് വേഗം പൊക്കോ. എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. പക്ഷെ നകുലന്റെ വീടായി പോയല്ലോ എന്ന് ഓർത്തിട്ടാ. അല്ലെങ്കിൽ നീ ചൗരം ചെയ്ത് കളയോടാ. പോടാ തുറന്നു പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. അപ്പൂപ്പൻ ഇതുവരെ ചെയ്ത ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ചെയ്തത് എനിക്ക് അങ്ങ് സുഖിച്ചു. നീ എന്തിനാടാ പോലീസ് എന്നും പറഞ്ഞ് നടക്കുന്നത്? ആ ചീളിനെ ഇറക്കി വിടാൻ ഒരു പടത്തലവൻ വരേണ്ടി വന്നില്ലയോ? അപ്പൂപ്പ, ഞാൻ സ്റ്റേഷനിലേക്ക് പോവാണ്. ഒരു പിടികിട്ടാ പുള്ളിയെ തപ്പാനുണ്ട്. ഞാൻ മടങ്ങുന്നവരെ കാക്കണ്ട. സന്ധ്യക്ക് മുമ്പ് അപ്പൂപ്പൻ ഇവിടുന്ന് തിരിക്കുകയാണെങ്കിൽ ബസ്സിൽ അധികം തിരക്കുണ്ടാവില്ല. അതൊന്നും ഓർത്ത് എന്റെ മക്കള് വിഷമിക്കണ്ട. അപ്പൂപ്പൻ കാത്തിരിക്കാം. മക്കളെ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചുക്കറകണ്ണം പാക്കരന്റെ കടയിൽ നിന്ന്
അച്ചപ്പോ അരിയുണ്ടയും ലഡുവും ജിലേബിയും ഒക്കെ വാങ്ങിച്ചിരുന്നു. കണക്കൊന്നും ഞാൻ ചോദിച്ചില്ല. ചക്രം നീ തരുമെന്ന് ഞാൻ അവളോട് പറഞ്ഞു. കൊടുത്തേക്കണേ. എന്നിട്ട് അരിയുണ്ടേ അച്ചപ്പൊക്കെ എവിടെ? അത് ഞാൻ അപ്പോഴേ അവിടെ വെച്ചേ തിന്നു. മക്കൾക്ക് വേണമായിരുന്നോ? വേണ്ട വേണ്ട, വയറ് നിറഞ്ഞു. ഒച്ചത്തിൽ സംസാരിച്ചിട്ടാണോന്ന് അറിയില്ല, ഉണ്ടത് ദഹിച്ച്. ദേവയാനി, ദേവയാനിയേ, ചോറ് മിച്ചം ഇരിപ്പുണ്ടോടി? ഓ ഉണ്ടേ. കൊണ്ടുപോട്ടെ, തല ഇതിനകത്തോട്ട് ഇറക്കി വെച്ചിരിക്കാൻ പറ. അങ്ങനെയെങ്കിലും മനുഷ്യന് ഇത്തിരി സ്വൈര്യം കിട്ടട്ടെ. ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ശ്രീപത്മനാഭ. ജലജയെ പെണ്ണ് കാണാൻ ആരോ വരുന്നെന്ന് പ്രഭാര എന്തിനാ എന്നോട് പറഞ്ഞു? യെസ് ഡോക്ടർ പ്രഭാകരൻ. ആ പറയൂ, ഉറക്കെ പറയൂ, കേൾക്കാൻ വയ്യ. താനും കാട്ടുന്നോ? ആ മനസ്സിലായി മനസ്സിലായി. വ്യാസ ഫാർമസി അല്ലേ? പിന്നെ നമ്മുടെ പ്രോഡക്ട്സിന്റെ മൂവ്മെന്റ്സ് ഒക്കെ എങ്ങനെ ഇരിക്കുന്നു? എന്റെ പൊന്നു ഡോക്ടറെ, ഇങ്ങടെ പൂക്കുല ലേഹ്യവും കേശ സമൃദ്ധിനിയും ഒക്കെ ഒന്ന് തിരിച്ചെടുത്ത് ഞങ്ങളുടെ അലമാര ഒന്ന് ഒഴിച്ചു തന്നാ ഉപകാരമായി. കുറെ കാലമായിട്ട് വെറുതെ സ്ഥലം മെനക്കെടുത്തു പോവാ. വിൽപ്പന കുറവാണല്ലേ? കുറവെന്നല്ല, തീരെ ഇല്ല. പിന്നെ നമ്മുടെ ആ ഊർജ 35 എങ്ങനെയുണ്ട്? ആ പെട്ടി പൊട്ടിച്ചതേ ഇല്ല. എന്താണെന്നറിയില്ല, ഡോക്ടറുടെ കമ്പനിയുടെ പ്രോഡക്ട്സിനോട് കസ്റ്റമേഴ്സിന് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ഓ, ബിസിൽ പഠിക്കുന്നില്ല പണ്ടാരം. ബിസില് അതിവിടെ പണ്ടാരം ഇവിടെ പറഞ്ഞാ. അതെ, ഞാനത് വേണ്ട പോലെ ചെയ്യാം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. പ്രോഡക്റ്റ് വിൽക്കാന്ന് വെച്ചാൽ അവന്മാരുടെ ജോലിയാണ്. ചുമ്മാ STD ഇങ്ങോട്ട് വിളിച്ച് ചിലവാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാ വാഴയ്ക്ക് ചെയ്യാനാ? ഓ അമ്മുക്കുട്ടി, എന്താ നമ്മളിന്ന് സ്കൂൾ ബസ് നേരത്തെ വന്നു? പിന്നെ അച്ഛൻ മോള് വരാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. എന്താ കാര്യം എന്നറിയോ? സത്യം പറയണം, കള്ളം പറയാൻ പാടില്ല. ആ അങ്ങനെയാണെ പറ, ഇന്ന് മോടെ ടെസ്റ്റ് എങ്ങനെ ഇരുന്നു? മിടുക്കി. ആ അമ്മുക്കുട്ടി അച്ഛൻ്റെ അടി വാങ്ങി. എന്താ അച്ഛൻ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് മോള് കഴിക്കാത്തെ? ആ ഇനി മറക്കാൻ പാടില്ല കേട്ടോ. നമ്മുടെ ടൈം പീസ് അപ്പൂപ്പൻ പറഞ്ഞത് നേരാണോ? ടൈം പീസ് അപ്പൂപ്പൻ എന്തോ പറഞ്ഞു? മീശ അപ്പൂപ്പൻ പോയെന്ന്. ആ പോയി മോളെ, മീശ അപ്പൂപ്പൻ പോയി. അയ്യോ, ഇനി എപ്പോഴാ വരിക? അയ്യോ എന്റെ പൊന്നുമോളെ, നീ അതൊന്നും ചോദിച്ച് അച്ഛനെ വിഷമിപ്പിച്ച് കളയല്ലേ. ഇവിടുന്ന് പറഞ്ഞയച്ചതിന്റെ പാട് തന്നെ അച്ഛനെ അറിയത്തുള്ളൂ. അല്ലേ നിന്റെ തള്ള ഒരുത്തിയുണ്ട്, അവളെങ്കിലും അത് മനസ്സിലാക്കണം. മമ്മി ഹോസ്പിറ്റലിൽ നിന്ന് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുമല്ലോ. എന്തോന്ന്? മമ്മിയെ തള്ളേന്ന് വിളിച്ചത് അച്ഛൻ വിളിച്ചില്ലല്ലോ. പിന്നെ ഇപ്പം വിളിച്ചതാ. മമ്മിയെ തള്ളേന്ന് വിളിക്കാൻ നേരത്തല്ലേ മോള് പറഞ്ഞ വിളിച്ചാ മമ്മി എടുത്ത് പറഞ്ഞു കൊടുക്കും. ഓ ഇന്ന് മലക്കറികളൊന്നും വേണ്ടേ? ആ ഇന്നിനി ഒന്നും വേണമെന്നില്ല. ഓ അച്ഛാ, ഓ ഒരു കാര്യം തന്നില്ല. എന്താ മോളെ? ഓ മമ്മിയെ അച്ഛൻ തള്ളേന്ന് വിളിച്ചിട്ടില്ല. പ്രഭാകര, ഓ എത്തി എത്തി. ആ നീ ഇതവിടെ എന്തോ ചെയ്യുവാ? അല്ല അച്ഛൻ എന്താ വേണ്ടേ? ഓ മണി 4 കഴിഞ്ഞു. ഓ ചായ കിട്ടിയില്ലായിരിക്കും. അല്ല അറിയാൻ മേലായിട്ട് ചോദിക്കുക. അച്ഛൻ അങ്ങോട്ട് വന്ന് ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിച്ചാൽ എന്താ കുഴപ്പം? രാവിലെ തുടങ്ങിയ പണിയാ, ഇതുവരെ മൂടറിപ്പിച്ചോടെ തിരുന്നിട്ടില്ല. ഒരു വേലക്കാരി ഇല്ലാന്ന് മനുഷ്യനെ ഇങ്ങനെ ഇട്ട് അങ്ങോട്ട് ഒഴിയരുത്. അതിന് ജോലിക്കാരെ പറഞ്ഞു വിട്ടേ ഞാനല്ലല്ലോ, നിന്റെ ഭാര്യയല്ലേ? അതിനാരാ കാരണക്കാരൻ? ആ അതിന് കാരണക്കാരൻ വെള്ളിയണ്ണൻ അല്ലാതെ. അഭിനന്ദന എന്റെ ഭാര്യ കുറ്റപ്പെടുത്തുന്നേ? അയ്യോ, നിന്റെ ഭാര്യയെ പറ്റി ഒന്നും പറഞ്ഞില്ലേ? എടാ, വെള്ളിയണ്ണൻ ചോദിക്കുന്നതല്ല അപ്പം വെച്ചു വിളമ്പി കൊടുത്താ നിന്റെ ഭാര്യ എന്നല്ല, ഏത് പെണ്ണാണേലും ജോലിക്കാരത്തെ പറഞ്ഞയക്കും. ഏതായാലും പണത്തിലവന് കുറച്ച് നാളത്തേക്ക് ഇങ്ങോട്ടില്ല. എടാ, ജലജയുടെ കല്യാണക്കാര്യം നീ പറഞ്ഞത് കള്ളത്തരമാണെന്ന് വെളിയുള്ളത് അവിടെ ചെന്നപ്പോഴേ മനസ്സിലായി. ഒരുമാതിരി ചൊറിയുന്ന വർത്താനം ഇപ്പൊ പറയരുത്. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ കൊണ്ട് ചെയ്തിട്ട്. ഓ എന്താ മോളെ? അതെ വരുന്നു. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്കിവിടെ കിടന്ന എല്ലാ പണിയും കൂടെ ചെയ്യാൻ പറ്റുകയല്ല. ഞാൻ ഇന്ന് തന്നെ പോയി ആ വേലക്കാരി ഞാൻ വിളിച്ചുകൊണ്ട് ഞാൻ തീരുമാനിച്ചിരിക്കുക. എന്താ അത് തീരുമാനിക്കേണ്ടത് നീ അല്ലല്ലോ, നിന്റെ ഭാര്യയല്ലേ? ഇതാരപ്പാ? വല്യച്ഛൻ ഇവിടെ ഇല്ല. എവിടെ പോയിരിക്കുക? കൊച്ചുമോൻ സഹതാനോടെ പോയിരിക്കുക. അവിടെ ഇല്ലല്ലോ, ഞാൻ അവിടെ നിന്നാ വരുന്നത്. ഇന്ന് രാവിലെ അങ്ങോട്ട് പോയത്.
ഹലോ, മൂന്നാലോണ വരുന്ന കണ്ടു. പ്രത്യേകിച്ച് എന്തെങ്കിലും? ഇല്ല, നേരിട്ട് കാണേണ്ട കാര്യമാ. ഭൂമിപതേ ചിരം അഞ്ചിതാപം ജയിക്കണം. ദേവദേവനെന്നും ഭൂമൗ സൗഖ്യം വളർത്തണം. പൊന്നമ്പുരാനെ, ശ്രീപത്മനാഭ, അമ്മേ അമ്മേ, നീ തിരുമനസിന്റെ ഫോട്ടോ മേശപ്പുറത്ത് വെച്ചു. എന്റെ ഭഗവതി, വിധി വെച്ചോ? മേപ്പടി പഞ്ചായത്ത്. ചേട്ടാ അപ്പൂപ്പൻ വൈദ്യശാലയും തുറന്നു. അപ്പൊ കുറഞ്ഞത് 2 മാസത്തേക്ക് ഇവിടുന്ന് പടിയിറങ്ങുന്ന ലക്ഷണമില്ല. നീ എവിടെന്നെങ്കിലും പലിശയ്ക്ക് കുറച്ച് പണം കിട്ടുമെന്ന് അന്വേഷിക്കുക. കൊല്ലണം ഇവള നീ, പല ജാതിയും അതിനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേ ചെറുതൊരു ഞാണൊലി ചെയ്തു. രാമനിൽ എല്ലാ ലോകവും ഒന്നു വിറച്ചാൽ അതു നേരം. ചെറു ഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി ചരിക വേഗത്തോട്. ഡോക്ടർ ഒന്ന് കാണണം. ആയുർവേദമോ അലോപ്പതിയോ? ഏതാ നല്ലത്? സാവകാശമുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? ആയുർവേദമാണെങ്കിൽ സമയമെടുക്കും, അലോപ്പതി ആണെങ്കിൽ പെട്ടെന്ന് കഴിയും. ആയുർവേദ ഡോക്ടർ എന്റെ മോന പ്രഭാകരൻ, അലോപ്പതി അവന്റെ ഭാര്യ ഡോക്ടർ ഹേമലത. അലോപ്പതി മതി. അതെ, ഡോക്ടർ ഹേമലത ഒരു ദിവസം 10 രോഗികളിൽ കൂടുതൽ നോക്കാറില്ല. ജില്ലാശുപത്രിയിലെ ജോലി കഴിഞ്ഞ് അവൾ വളരെ ക്ഷീണിച്ചാ വരുന്നേ. ഇന്നത്തേക്കുള്ള 10 കൂപ്പണും കൊടുത്തുപോയി. ആയുർവേദം മതിയെങ്കിൽ ധാരാളം ഉണ്ട്. വേണ്ട, ഞങ്ങൾ നാളെ വന്ന് കണ്ടോളാം. ആ ഈ കൺസൾട്ടിങ്ങിന് വരുന്ന രോഗികളോട് അച്ഛൻ എന്തിനാ കുടുംബബന്ധം വിളമ്പാൻ പോകുന്നേ? ശരിയായ ബന്ധം പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ ഞാൻ ഈ വരാന്ത വാടകയ്ക്ക് എടുത്ത് ഇവിടെ ഇരുന്ന് വാച്ച് റിപ്പയർ ചെയ്യുന്ന ഒരു അന്യനാണെന്ന് ആളുകൾ വിചാരിക്കും. ആരാ ഇരിക്കാൻ പറയുന്നേ? ഇരിപ്പ് അധ്വാനം കൊണ്ടെത്തൊന്നും അച്ഛനാണെങ്കിൽ കുടുംബത്തിലെ ചെലവ് മുഴുവൻ നടത്തുന്നു. കുത്തി വല്ലതുണ്ടാക്കി ഇല്ലില്ലേ കയറ്റി വെക്കുന്നേ? അച്ഛാ, ഈ കുടുംബത്തിന് വേണ്ടി 5 പൈസ ചെലവാക്കാറുണ്ടോ? 5 പൈസ. പിന്നെ നീയാ ചെലവാക്കുന്നേ? എടാ, 18ാമത്തെ വയസ്സിൽ ഞാൻ തുടങ്ങിയതായി തൊഴില്. നീയും നിന്റെ ഭാര്യയും മനുഷ്യരെ ചികിത്സിക്കുന്നു, ഞാൻ ഈ നാഴിക മണികളെ ചികിത്സിക്കുന്നു. നിന്റെ പേരിന്റെ മുമ്പിലുള്ള എനിക്കില്ല അത്ര. അതൊക്കെ പോട്ടെ. ഈ വരുന്ന രോഗികളോടൊക്കെ എന്തിനാ ആയുർവേദത്തിന്റെ ടോക്കൺ ഇഷ്ടം പോലെ ഇരിപ്പുണ്ടെന്ന് പറയുന്നേ? ചെലവാകട്ടെ എന്ന് വെച്ചാ ഇന്ന് ചെലവായത് എത്രയാണെന്ന് അറിയാവൂ? 2. എന്താ കാര്യം? ബുദ്ധിയുള്ളവർ മാത്രമേ ആയുർവേദത്തിന് വരത്തുള്ളൂ. ബുദ്ധിയുള്ള ആൾക്കാർ നാട്ടിൽ കുറവാ, ഈ വീട്ടിലും. വരും. നമസ്കാരം. സോറി, ഞാൻ അല്പം ലേറ്റ് ആയിപ്പോയി. ഇപ്പൊ വരാം. അതായത് രക്തചന്ദനവും കസ്തൂരി മഞ്ഞളും ചേർന്നുള്ള ഒരു പ്രത്യേക കോമ്പിനേഷൻ. മുഖക്കുരു മാത്രമല്ല, ഏത് കുരുവിന്റെ പാടും മാറും. ഞാനല്ലേ പറയുന്നേ. പിന്നെ മാർക്കറ്റിന്റെ കാര്യമുണ്ടല്ലോ, അത് താനൊന്ന് ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. എന്നാ മാത്രമേ പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. എടോ, കേശ സമൃദ്ധിനിയിലും ഊർജ 35-ലും നമുക്ക് വന്ന മിസ്റ്റേക്കിന് വരാൻ പാടില്ല. ഗോദ്രേജിനോ കൊടുക്കാം, കൊടുത്തോ. എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ല. ഇത് അതുപോലൊന്നുമല്ല. പേര് മുഖശ്രീ. എങ്ങനുണ്ട്? സമ്മതിച്ചേ? പേരിനേക്കാൾ തകർക്കും സാധനം. ഇന്നാണ് ഫോർമുല ഒന്ന് ഓക്കെ ആയത്. സാമ്പിളായ ഉടനെ അവിടെ എത്തിക്കുന്നു. അതൊക്കെ പോട്ടെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അവിടെ നല്ല മഴയൊക്കെ ഉണ്ടോ? ഹലോ കട്ടായി. 3-ാമത്തെ തവണയാ. ആരോടായിരുന്നു ഈ കത്തി? ലവനെ, നമ്മുടെ രാമേന്ദ്രൻ. ഏത് രാമേന്ദ്രൻ?
എന്റെ കൂടെ ആയുർവേദ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു രാമേന്ദ്രനില്ലേ, അവൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ നേരെ ഇങ്ങ് ബോംബെക്ക് ചാടി. ഇപ്പൊ അവിടെ ഒരു അഡ്വർടൈസിംഗ് ഏജൻസിയിലെ 5 അക്ക ശമ്പളം വാങ്ങിക്കുന്ന മീഡിയ എക്സിക്യൂട്ടീവാ. കൂട്ടുകാരന് ബുദ്ധിയുണ്ട്. ആയുർവേദത്തിന്റെ പുറകെ കടിച്ചു തൂങ്ങിയില്ലല്ലോ. അല്ലാതെ ഇവിടുത്തെ പോലെ റിസർച്ച് ഓ നിർത്ത്, നീ പരത്താതെ പോയി ചായ കുടിക്കും. ഇന്ന് ഞാൻ ഏലക്കായൊക്കെ സ്പെഷ്യൽ ടീ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ല, ഈ രാമേന്ദ്രനുമായിട്ട് എന്താ ഏർപ്പാട്? ആ, രാമേന്ദ്രനോടുള്ള ഏർപ്പാട് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഇതില്ലേ, ഏത്? മുഖശ്രീ ഫേഷ്യൽ ക്രീം, അതിന്റെ മാർക്കറ്റിംഗിനെ സംബന്ധിച്ച്. ഓ, ഈ പൂക്കുല ലേഹ്യത്തിന്റെയും കേശ സമർത്ഥിനിയുടെയും ഒക്കെ കട അടച്ച് തീർത്തിട്ട് പോരെ മുഖശ്രീ? ബിസിനസ് ആവുമ്പോൾ ജയവും പരാജയവും ഒക്കെ സാധാരണമാണ്. ഇങ്ങനെ ഓരോന്ന് ചെയ്തല്ലേ നമ്മൾ പഠിക്കുന്നേ. ഗോദ്രേജ് പോലൊരു കമ്പനി വിൽപ്പന ഏറ്റെടുത്തു കഴിഞ്ഞാൽ മുഖശ്രീ മാർക്കറ്റ് കീഴടക്കും, അതെനിക്ക് ഉറപ്പാ. മുഖശ്രീയിലൂടെ നമ്മൾ നമ്മുടെ സർവ്വ ബാധ്യതയും തീർക്കും. ആ രാമേന്ദ്രൻ കടുവറടാമോനെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബോംബെക്ക് വിളിച്ച് ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നാണ് അവരൊന്ന് സമ്മതിച്ച് കിട്ടിയത്. അപ്പൊ ബോംബെക്ക് STD വിളിച്ച്? STD അല്ലാതെ ലോക്കൽ വിളിച്ച ബോംബെ കിട്ടത്തില്ലല്ലോ, അതുകൊള്ള. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫോൺ ബില്ലിന്റെ ഡ്യൂ ഡേറ്റ് നാളെയാ. അതെ, ഞാനും അക്കാര്യം നിന്നെ ഒന്ന് ഓർമ്മിക്കണം വിചാരിച്ചതാ. ഇത്തവണ പ്രഭവനം അടച്ചാ മതി. ഞാനെങ്ങനെ അടയ്ക്കാനാ? ഈ മാസം എനിക്ക് പേഷ്യൻസ് കുറവായിരുന്നു എന്നല്ലേ അറിയാൻ പാടില്ലേ? ഓ, ഇത് കേട്ടാ തോന്നും മറ്റു മാസങ്ങളിലൊക്കെ പേഷ്യൻസിന്റെ തിരക്കായിരുന്നു. ഞാനല്ലല്ലോ STD വിളിച്ച് മണിക്കൂറുകളോളം സംസാരിക്കുന്നത്. ഫോൺ ബില്ലും വീട്ടു ചെലവും ബാങ്കുകാരുടെ കടവും എല്ലാം കൂടി നോക്കാനുള്ള വരുമാനമൊന്നും എനിക്കില്ല. ഇനി മുതൽ വിളിക്കുന്നവരെന്നെ അടച്ചാ മതി. ഇതാ ബില്ല്. 1200.